ഹലോ. പ്രസിഡന്റ്. അപ്പോൾ പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? പ്രസിഡന്റ് എന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇതിലാണ് യൂണിയൻ എക്സിക്യൂട്ടീവിലാണ്. ആർട്ടിക്കിൾസ് 52 to 78 പാർട്ട് 5. അതിൽ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അറ്റോർണി ജനറൽ, ഇങ്ങനെ 5 പേര്. പ്രസിഡന്റ് ആരാണ്? ഹെഡ് ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. ഹി ഈസ് ദി ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ് പ്രസിഡന്റ്. ആക്ട്സ് ആസ് വാട്ട്? സിമ്പൽ, യൂണിറ്റി, ഇന്റഗ്രിറ്റി ആൻഡ് സോളിഡാരിറ്റി ഓഫ് ദി നാഷൻ. ഓക്കെ, ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മൾ മെല്ലെയാണ് പോകുന്നത്, വളരെ സാവധാനത്തിലാണ്. ഓക്കെ, ഇനി പ്രസിഡന്റ് ഇലക്ഷൻ, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ് നോട്ട് ഡയറക്ട്ലി, അപ്പോൾ എന്താണ്? ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. ബൈ ദ പീപ്പിൾ. പ്രസിഡന്റ് ഈസ് ഇലക്റ്റഡ് നോട്ട് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ ബട്ട് ബൈ മെമ്പേഴ്സ് ഓഫ് ഇലക്ടറൽ കോളേജ്. പീപ്പിൾ ഡയറക്റ്റ് ഇലക്ഷൻ ബൈ ദ പീപ്പിൾ അല്ല, ഒരു ഇലക്ടറൽ കോളേജ് ആണ് പ്രസിഡന്റിനെ ചൂസ് ചെയ്യുന്നത്, ഇലക്ഷൻ. അപ്പോൾ ഇലക്ടറൽ കോളേജ് എന്ന് വെച്ചാൽ ആരൊക്കെയാണ്? ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോകസഭ, അതായത് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്, ലോകസഭ, രാജ്യസഭ. പിന്നെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്സ്. ദെൻ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദി യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ഇത്രയാണ്. അപ്പോൾ ആരൊക്കെയാണ്? നോമിനേറ്റഡ് മെമ്പേഴ്സ് ഇല്ല, അത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓൺലി. ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോകസഭ, രാജ്യസഭ, legislative assemblies of states and legislative assemblies of union territories of Delhi and Puducherry. അപ്പോൾ ഇത്രയും മെമ്പേഴ്സ് ആണ് എന്ത്? ഇലക്ടറൽ കോളേജ്. അപ്പോൾ നോമിനേറ്റഡ് മെമ്പേഴ്സ് എന്താണ്? ഓഫ് ബോത്ത് ദ ഹൗസസ് ഓഫ് പാർലമെന്റ്, അതേപോലെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, അതേപോലെ ബോത്ത് ഇലക്റ്റഡ് ആൻഡ് നോമിനേറ്റഡ് ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽസ് ഓഫ് സ്റ്റേറ്റ്സ്, അതായത് ഇൻ കേസ് ഓഫ് എവിടെയാണ്? ബൈകാമറൽ ലെജിസ്ലേച്ചർ ഉള്ള സ്റ്റേറ്റ്സിൽ. അതേപോലെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് വാട്ട്? ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. ദേ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ്. അപ്പോൾ ദേ ആർ നോട്ട് ദി മെമ്പേഴ്സ് ഓഫ് എന്താണ്? ഇലക്ടറൽ കോളേജ്. അപ്പോൾ വേറെ അസംബ്ലി ഈസ് ഡിസോൾവ്ഡ്. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ അസംബ്ലി ഡിസോൾവ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ തന്നെയും ദ മെമ്പേഴ്സ് സീസ് ടു ബി ക്വാളിഫൈഡ് ടു വോട്ട് ഇൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്ത അസംബ്ലി ഡിസോൾവ് സിറ്റുവേഷനിലാണെങ്കിൽ അവിടുത്തെ അസംബ്ലി, അതായത് MLAs എന്ത് ചെയ്യില്ല? ഇലക്ഷന് ഇലക്ടറൽ കോളേജിലെ മെമ്പേഴ്സ് ആയിരിക്കില്ല. they will be disqualified to vote in the presidential election, and even if fresh elections to the dissolved assembly are not held before the presidential election. Any constitution എന്താണ്? provides that there shall be uniformity in the scale of representation of different states. Uniformity വേണം ഇതിലെ scale of representation എന്തിൻ്റെ? ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൻ്റെ. അതേപോലെ പാരിറ്റി ബിറ്റ്വീൻ ദി സ്റ്റേറ്റ്സ് ആസ് എ ഹോൾ. സ്കെയിൽ ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ത് വേണം? യൂണിഫോമിറ്റി വേണം ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിൻ്റെ. അതേപോലെ പാരിറ്റിയും വേണം, സ്റ്റേറ്റ്സ് ആസ് എ ഹോൾ ആൻഡ് ദ യൂണിയൻ അറ്റ് ദി ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ്. സ്റ്റേറ്റ്സ് തമ്മിൽ ഒരു യൂണിഫോമിറ്റി വേണം, അതേപോലെ എന്ത് വേണം? സ്റ്റേറ്റ്സും യൂണിയനും തമ്മിലും ഒരു പാരിറ്റി വേണം. യൂണിയൻ ആൻഡ് to achieve this, the number of votes which each elected member of the legislative assembly of each state and the parliament is entitled to cast at such election shall be determined in the following manner. അതായത് ടോട്ടൽ ഇതിലിപ്പോൾ എന്താണ് പറയുന്നത്? ഇങ്ങനെ എല്ലാവർക്കും ഒരു പാരിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയത് എന്ന് വെച്ചാൽ എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും വോട്ട് ഷെയർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ദി വോട്ട് ഷെയർ ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ദി ഹൗസസ് ഓഫ് പാർലമെന്റ്. ലോകസഭയിലെയും രാജ്യസഭയിലെയും മെമ്പേഴ്സിന്റെ ടോട്ടൽ വോട്ടുകളുടെ എണ്ണവും അസംബ്ലീസിലെ ഇലക്റ്റഡ് മെമ്പേഴ്സിലെ ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസിലെയും ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവറി ഇലക്റ്റഡ് മെമ്പർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് എ സ്റ്റേറ്റ് എന്തായിരിക്കും ഉണ്ടാവുക? ഇലക്റ്റഡ് മെമ്പർ ആണ്, അത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇനി നമ്മൾ. അപ്പോൾ ഇലക്റ്റഡ് മെമ്പറിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ സ്റ്റേറ്റ്സിന്റെ ഷാൾ ഹാവ് ആസ് മെനി
votes as there are multiples of 1000 in the quotient obtained by dividing the population of the state by the total number of the elected members of the assembly, and this can be expressed. അതായത് ഒരു വോട്ട് എന്ന് പറയുന്നത്, ഒരു എം എൽ എയുടെ ഒരു വോട്ട് എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ദി എം എൽ എ, ടോട്ടൽ നമ്പർ ഓഫ് ദി എം എൽ എസ്, ഇലക്റ്റഡ് മെമ്പേഴ്സ്. ഏത് എം എൽ എ അല്ല, ഇലക്റ്റഡ് ആയിട്ടുള്ള എം എൽ എ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ടോട്ടൽ നമ്പർ ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഇൻ ദി സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ പോപ്പുലേഷൻ ബൈ ഇലക്റ്റഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മെമ്പേഴ്സ്, ഇലക്റ്റഡ് എം എൽ എസ്, ഓൾ ഡിവൈഡഡ് ബൈ 1000 എന്ന് വെച്ചാൽ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈച്ച് എം എൽ എയുടെ വോട്ട് എന്ന് പറയുന്നത് ടോട്ടൽ പോപ്പുലേഷൻ ബൈ നമ്പർ ഓഫ് എം എൽ എസ്. അതിൽ എവറി ഇലക്റ്റഡ് മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ് ഷാൽ ഹാവ് സച്ച് നമ്പർ ഓഫ് വോട്ട്സ് ആസ് മേ ബി ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിംഗ് ദി ടോട്ടൽ നമ്പർ ഓഫ് വോട്ട്സ് അസൈൻഡ് ടു ദി മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ദി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. അപ്പോൾ ഇവിടെ ടോട്ടൽ പോപ്പുലേഷന് പകരം എന്താണ് നമ്മൾ എടുക്കുക? ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ടോട്ടൽ, ഇവിടുത്തെ ടോട്ടൽ വാല്യൂ ഓഫ് ദി വോട്ട് ഓഫ് എൻ എം പി. ഒരു എം പിയുടെ വോട്ട് എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ഓഫ് വോട്ട്സ് ഓഫ് ഓൾ എം എൽ എസ് ഓഫ് ഓൾ സ്റ്റേറ്റ്സ്, എല്ലാ എം എൽ എസിൻ്റെയും വോട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ദി ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി പാർലമെന്റ്. അപ്പോൾ ടോട്ടൽ വോട്ട് എന്ന് പറയുന്നത് എല്ലാ എം എൽ എസിൻ്റെയും വോട്ടിന്റെ സമ്മേഷൻ ആയിരിക്കും. അതിനെ പെർ എം പി, ഇലക്റ്റഡ് എം പി ആയിട്ട് ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ടോട്ടൽ എം പിമാരുടെ വോട്ടും ഇലക്ടറൽ കോളേജിലെ എം പിമാരുടെ വോട്ടും ടോട്ടൽ വോട്ടും ഇലക്ടറൽ കോളേജിലെ എം എൽ എസിന്റെ ടോട്ടൽ വോട്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ദ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ is held in accordance with the what, എന്താണ് നമ്മൾ പറഞ്ഞ സിസ്റ്റം ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷനുമാണ്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ആണ്. അത് എന്താണ്? സീക്രട്ട് ബാലറ്റ് ആണ്, ഓപ്പൺ അല്ല. അപ്പോൾ the system ensures that the successful candidate is returned by the absolute majority of votes ആണ്. അപ്പോൾ a candidate in order to be declared elected to the office of president must secure എന്ത് ചെയ്യണം? ഒരു ഫിക്സ്ഡ് ക്വാട്ട വേണം. And the quota of votes is determined by dividing the എന്താണ് total number of valid votes polled by the number of candidates to be elected. Total number of valid votes polled by the number of candidates to be elected. അപ്പോൾ പോൾഡ് വോട്ട്സ്, ടോട്ടൽ പോൾഡ് വോട്ട്സ് ആണ്, ചെയ്ത വോട്ടിന്റെ എണ്ണാണ് ടോട്ടൽ പോൾഡ് വോട്ട് ബൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി ഇലക്റ്റഡ്. എത്ര കാൻഡിഡേറ്റ്സ് ഇലക്ട് ചെയ്യണം എന്നുള്ളതിനാണ്. അങ്ങനെയാണ് കോട്ട കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വാലിഡ് വോട്ടിനെ നോക്കിയിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി ചൂസൺ. അപ്പോൾ ഒരു ഒറ്റ കാൻഡിഡേറ്റേ ഉള്ളൂ. സോ the quotient will be 1 here. So plus 1 നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആഡിങ് 1 to the quotient. അപ്പോൾ the formula എങ്ങനെയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് ഡിവൈഡഡ് ബൈ 1, അതായത് നമ്പർ ഓഫ് സീറ്റ്സ് 1 പ്ലസ് 1, ഇതിൻ്റെ റിസൾട്ടിനോട് ഒരു 1 കൂടെ നമ്മൾ ആഡ് ചെയ്യും. അതാണ് എന്ത്? കോട്ട. ഓക്കെ. അപ്പോൾ വോട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ഇലക്ഷൻ അല്ല, ഇലക്ടറൽ കോളേജിലെ മെമ്പേഴ്സ് ആണ് ചൂസ് ചെയ്യുന്നത്. അത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ആണ്. പിന്നെ എന്താണ്? സീക്രട്ട് ബാലറ്റ് ആണ്. അതിൽ ക്വാട്ട ഓഫ് വോട്ട്സ് നിർബന്ധമാണ്. ആ ക്വാട്ട എങ്ങനെയാണ് കാണുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ്, അതല്ലെങ്കിൽ പോൾഡ് വാലിഡ് വോട്ട്സ് പോൾഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി ഇലക്റ്റഡ്. അതായത് ഇവിടെ ടോട്ടൽ വാലിഡ് വോട്ട് ബൈ 1 പ്ലസ് 1 ആഡിങ് 1 ടു ദി റിസൾട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇനി നടക്കുന്നത് വെച്ചാൽ ഈച്ച് മെമ്പർ ഓഫ് ദി ഇലക്ടറൽ കോളേജ് വെച്ചാൽ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ് ഓഫ് ബോത്ത് ദി അസംബ്ലീസ്, ബോത്ത് ദി ഹൗസസ് ഓഫ് പാർലമെന്റ്, അതായത് ലോകസഭ, രാജ്യസഭ, പിന്നെ അസംബ്ലീസിലെ സ്റ്റേറ്റ്സിലെ അസംബ്ലീസിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ്, അതേപോലെ ഡൽഹി ആൻഡ് പുതുച്ചേരി അസംബ്ലീസിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ ഇലക്റ്റഡ് മെമ്പേഴ്സ്, ഇവരെല്ലാവരും കൂടെ ഇതിലെല്ലാവരും ഇലക്റ്റഡ് മെമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ. ഇനി ഈച്ച് മെമ്പർ ഓഫ് ദി ഇലക്ടറൽ കോളേജ് ഈസ് ഗിവൺ ഓൺലി 1 ബാലറ്റ് പേപ്പർ. ഒരൊറ്റ ബാലറ്റ് പേപ്പർ ആണ് കൊടുക്കുന്നത്.
അങ്ങനെ ദ വോട്ടർ വൈൽ കാസ്റ്റിംഗ് ഹിസ് വോട്ട്, ആരാണ് വോട്ടർ? ഇതിലെ ഇലക്ടറൽ കോളേജ് മെമ്പേഴ്സ് ആണ്. കാസ്റ്റിംഗ് ഹിസ് വോട്ട് is required to indicate his references by marking 1 2 3 4 etc. അതാണ് പ്രിഫറൻസസ് ആണ് കൊടുക്കുന്നത്. Against the names of the candidates. This means that the voter can indicate as many preferences as there are candidates in the fray. അപ്പോൾ പ്രിഫറൻസ് ആണ്. അപ്പോൾ എത്ര കാൻഡിഡേറ്റ്സ് ഉണ്ടോ അങ്ങനെ പ്രിഫറൻസ് ആണ് കൊടുക്കുന്നത്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ആണ്. അപ്പം ഫസ്റ്റ് ഫേസിന് വോട്ട് എണ്ണൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതായത് ഇൻ ദ ഫസ്റ്റ് ഫേസ് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട്സ് ആർ കൗണ്ടഡ്. അതായത് ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത് ആർക്കൊക്കെയാണ്, അത് ഏതൊക്കെയാണെന്ന് നോക്കും. അങ്ങനെ ഇൻ കേസ് എ കാൻഡിഡേറ്റ് സെക്യൂർസ് ദി റിക്വയർഡ് കോട്ട ഇൻ ദിസ് ഫേസ് ഹി ഈസ് ഡിക്ലെയർഡ് ഇലക്റ്റഡ്. നമ്മൾ നേരത്തെ കോട്ട പറഞ്ഞു. ഇതിൽ കോട്ട നമ്മൾ പൂർത്തിയാക്കി ആർക്കെങ്കിലും കോട്ട ഫില്ല് ചെയ്തിട്ടുള്ള ഒരാൾ ഫസ്റ്റ് പ്രിഫറൻസിൽ വരുന്നുണ്ടെങ്കിൽ അയാളായിരിക്കും പ്രസിഡന്റ് ആയിട്ട് പിന്നീട് ഡിക്ലെയർ ചെയ്യാം. അയാളെ ആയിരിക്കും പ്രസിഡന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുക. പക്ഷേ എന്താണ് അപ്പോൾ കോട്ട എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സ് പോൾഡ് ബൈ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് പ്ലസ് 1 ആഡിങ് 1 ടു ഇറ്റ്. ഓക്കെ, അപ്പം 1 + 1 ആയിരിക്കും ഈ കേസിൽ, കാരണം ഒറ്റ കാൻഡിഡേറ്റ് പ്രസിഡന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1 + 1 ആയിരിക്കും. ടോട്ടൽ അതിനോട് എന്ത് ആഡ് ചെയ്യണം? എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പോൾ +1 കൂടെ മുകളിൽ വരും ടോട്ടൽ ഇതിന്റെ റിസൾട്ടിനോട്. അപ്പോൾ ഇനി അതർവൈസ്, അതായത് കോട്ട ഇല്ല എന്ന് വിചാരിക്കുക. അപ്പം ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് വോട്ട്സ് ഈസ് സെറ്റ് ഇൻ മോഷൻ. അവിടെയാണ് ട്രാൻസ്ഫർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത്. അപ്പോൾ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് വോട്ട്സ് ഈസ് സെറ്റ് ഇൻ മോഷൻ. അപ്പോൾ ദ ബാലൻസ് ഓഫ് ദി കാൻഡിഡേറ്റ് securing the least number of first preference votes are cancelled and his second preference votes are transferred. അപ്പോൾ balance of the candidate securing least number, അപ്പം കോട്ട ഇല്ലാത്ത കേസാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം എന്താണ്? അപ്പോൾ നടക്കുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് വോട്ട്സ് എന്ന് പറയുന്ന പ്രോസസ്സ്. അതിലെന്താണ്? ബാലൻസ് ഓഫ് ദ കാൻഡിഡേറ്റ് സെക്യൂറിംഗ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട്സ് ആർ ക്യാൻസൽഡ്. നമ്മൾ പറഞ്ഞു ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടുന്നതാണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ കോട്ട മറികടന്നിട്ടുള്ള ആർക്കാണോ റിക്വയർഡ് കോട്ട സെക്യൂർ ചെയ്തിട്ടുള്ളത് ദേ വിൽ ബി ഡിക്ലെയർഡ് ആസ് പ്രസിഡന്റ് ലേറ്റർ. പക്ഷേ ഇനി കോട്ട ഒരൊറ്റ കാൻഡിഡേറ്റിന് കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ ഫസ്റ്റ് പ്രിഫറൻസ് വോട്ടിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ കിട്ടിയിട്ടുള്ളത് ആരാണെന്ന് നോക്കും. അപ്പം ആ കാൻഡിഡേറ്റിന്റെ ബാലറ്റ് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യും. എന്നിട്ട് ആളിന്റെ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് പ്രിഫറൻസ് വോട്ട്സ് ഓഫ് അതർ കാൻഡിഡേറ്റ്സിന് ആഡ് ചെയ്യും. അങ്ങനെ ദിസ് പ്രോസസ് കണ്ടിന്യൂസ് ടിൽ എ കാൻഡിഡേറ്റ് സെക്യൂർസ് ദി റിക്വയർഡ് കോട്ട. അപ്പോൾ അതായത് ഫസ്റ്റ് പ്രിഫറൻസ് ആണല്ലോ നമുക്ക് വേണ്ടത്. അപ്പം നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് നോക്കും. അതിൽ കോട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ചൂസ് ചെയ്യും. ഇനി ഫസ്റ്റ് പ്രിഫറൻസ് കിട്ടിയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് പ്രിഫറൻസ് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ആരാണ് നോക്കുക. അതായത് ആ കാൻഡിഡേറ്റിന് എന്താണെങ്കിലും ചൂസ് ചെയ്യാൻ നമ്മൾ ഈ സിസ്റ്റത്തിൽ പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? അവരെ ബാലൻസ് നമ്മൾ മൊത്തം ക്യാൻസൽ ചെയ്യും. അപ്പോൾ അവര് പിന്നെ കൺസിഡർ ചെയ്യില്ല. പക്ഷെ അയാൾ എന്ത് ചെയ്യും? അയാളുടെ സെക്കൻഡ് പ്രിഫറൻസ് വോട്ട് എടുത്തിട്ട് ഫസ്റ്റ് പ്രിഫറൻസസിലേക്ക് ആഡ് ചെയ്യും, അതർ കാൻഡിഡേറ്റ്സിലേക്ക്. എന്ന് വെച്ചാൽ ഇത് കോട്ട കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആഡ് ചെയ്യും. അങ്ങനെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളിത് കോട്ട ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇനി ഫസ്റ്റിലും നമ്മൾ ഈ പിന്നെ വോട്ട് ട്രാൻസ്ഫറിൽ കോട്ട ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മൾ എടുക്കും. അങ്ങനെയാണ് പോവുക. അപ്പോൾ ഓൾ ഡൗട്ട്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സ് ഇൻ കണക്ഷൻ വിത്ത് ദി ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആർ ഇൻക്വയർഡ് ഇൻറ്റു ആൻഡ് ഡിസൈഡഡ് ബൈ ദി സുപ്രീം കോർട്ടാണ്. അപ്പോൾ എല്ലാ ഡൗട്ട്സ് ആൻഡ് ഡിസ്പ്യൂട്ട്സും, വെറും ഡിസ്പ്യൂട്ട്സ് മാത്രമല്ല ഡൗട്ട്സും എല്ലാം ഇൻ കണക്ഷൻ വിത്ത് ഇലക്ഷൻ ആണ്. പ്രസിഡൻഷ്യൽ ഇലക്ഷന്റെ ഡൗട്ട്സും അതേപോലെ ഇലക്ഷന്റെ ഡിസ്പ്യൂട്ട്സും ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സും എല്ലാം എൻക്വയർ ചെയ്യുന്നതും അത് ഡിസൈഡ് ചെയ്യുന്നതും നേരിട്ട് ഡയറക്ട്ലി എക്സ്ക്ലൂസീവ് ജൂറിസ്ഡിക്ഷൻ ആണ്, സുപ്രീം കോർട്ടിന്റെയാണ്. വേറൊരു ആൾക്കും അതിന് എന്തില്ല, ജൂറിസ്ഡിക്ഷൻ ഇല്ല. അപ്പം ഹൂസ് ഡിസിഷൻ ഈസ് ഫൈനൽ, അത് ഫൈനൽ ആണ് എന്നുള്ളത്. പിന്നെ ഇത് അപ്പീൽ പോകാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ദി ഇലക്ഷൻ ഓഫ് എ പേഴ്സൺ ആസ് പ്രസിഡന്റ് കനോട്ട് ബി ചലഞ്ച്ഡ് ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ്
ഇലക്ടറൽ കോളേജ് വാസ് ഇൻകംപ്ലീറ്റ്. നമ്മളിപ്പോൾ പറഞ്ഞു ഇലക്ടറൽ കോളേജ് ഇൻകംപ്ലീറ്റ് ആണ്, ആരൊക്കെയോ ആബ്സെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ അസംബ്ലി വാസ് നോട്ട് ഇൻ സെഷൻ, അതുകൊണ്ട് അവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. MLAs വിൽ ബി ഡിസ്ക്വാളിഫൈഡ് ഇൻ ദാറ്റ് കേസ്. അപ്പം നമ്മൾ ഇതുകൊണ്ട് ഇലക്ഷൻ ഷുഡ് ബി ഇൻവാലിഡേറ്റഡ് എന്ന് പറഞ്ഞാൽ അതൊന്നും എന്ത് ചെയ്യില്ല, അത് സുപ്രീം കോർട്ടിൽ അലോ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ദി എക്സിസ്റ്റൻസ് ഓഫ് എനി വാക്കൻസി എമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദി ഇലക്ടറൽ കോളേജ് കനോട്ട് ബി എ ഗ്രൗണ്ട് ഫോർ declaring the election as incomplete. So if the election of a person as president is declared void by the Supreme Court, അപ്പോൾ ഇനി ഇങ്ങനെ എന്തെങ്കിലും സുപ്രീം കോർട്ട് ഏതെങ്കിലും ഒരു ഇലക്ഷൻ വോയിഡ് ആണ്, അത് എന്താണ് ഇറ്റ് ഷുഡിൻ ബി ദ ഇലക്ഷൻ ഷുഡ് റീ ഇലക്ഷൻ നടത്തണം എന്ന് സുപ്രീം കോർട്ട് ഡിക്ലെയർ ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ, ജഡ്ജ്മെന്റ് ഉണ്ടെങ്കിൽ, the acts done by the president before the date of such a declaration of the Supreme Court are not invalidated and continue to remain in force. Any by chance സുപ്രീം കോർട്ട് ഡിക്ലെയർ ചെയ്യാണ് ഇലക്ഷൻ ആസ് വോയിഡ് ആൻഡ് ഇലക്ഷൻ ഇൻവാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ അതേവരെ വർക്ക് ചെയ്തിരുന്ന പ്രസിഡന്റ് ആയിട്ട് എന്തെങ്കിലും ആക്ഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ, ആ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്, പ്രസിഡന്റ് ആയാലും പിന്നീട് കാൻഡിഡേറ്റ് അല്ല, പ്രസിഡന്റിന്റെ ചാർജ് ഏറ്റെടുത്തിട്ടുള്ള വ്യക്തി എന്തെങ്കിലും ആക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒപ്പിടുക, അങ്ങനത്തെ എന്തെങ്കിലും സൈൻ ചെയ്യുക, അല്ലെങ്കിൽ ബില്ലുകളിലൊക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിക്ലറേഷൻസോ ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇൻവാലിഡേറ്റ് ചെയ്യത്തില്ല. ഈ ഇലക്ഷൻ ഇൻവാലിഡേറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട്, ഓക്കെ, ഇലക്ഷൻ ക്യാൻസൽ ചെയ്തെന്ന് കരുതി റീ ഇലക്ഷൻ നടത്തുന്നു എന്ന് കരുതി പ്രസിഡന്റ് ആരാണോ അയാൾ എന്ത് ചെയ്യുന്നോ അത് വാലിഡ് ആയിരിക്കും. അത് പിന്നെ റീകൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പിന്നെ അവിടെ നടക്കില്ല. കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ടാണ്, കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്, പിന്നെ ആ സ്ഥാനത്തിന് അത്രയും റെസ്പെക്ട് കൊടുക്കുന്നതും കൊണ്ടും കൂടിയാണ്. ഓക്കെ, ഇറ്റ് വിൽ കണ്ടിന്യൂ ടു റിമെയിൻ ഇൻ ഫോഴ്സ്, ഇറ്റ് വോണ്ട് ഗെറ്റ് ക്യാൻസൽഡ്. ഇനി പറയാനുള്ളതെന്ന് വെച്ചാൽ, സം മെമ്പേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദേ ക്രിട്ടിസൈസ്ഡ് ദ സിസ്റ്റം ഓഫ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഫോർ ദ പ്രസിഡന്റ്. അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആണല്ലോ ഇത് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരില് ചില മെമ്പേഴ്സ് എന്ത് ചെയ്തു, ക്രിട്ടിസൈസ് സിസ്റ്റം, ഈ സിസ്റ്റത്തിന് തന്നെ, സിസ്റ്റം ഓഫ് ഇൻഡയറക്റ്റ് ഇലക്ഷൻ to the president for the president as undemocratic and propose the idea of direct election. ഇത് നമ്മളിപ്പോൾ ഡയറക്റ്റ് ഇലക്ഷൻ അല്ല, ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് ഓഫ് ഇലക്ട്രൽ കോളേജ് ആണ്. അപ്പോൾ അത് തന്നെ ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്, നോമിനേറ്റഡും അല്ല. അപ്പോൾ വളരെ ചുരുങ്ങിയ നമ്പർ ഓഫ് പീപ്പിൾ ആണ് എന്ത് ചെയ്യുന്നത്, വോട്ട് ചെയ്യുന്നത് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അതായത് 1949 ആ ടൈമിൽ തന്നെ എന്ത് ചെയ്തിരുന്നു, ഇലക്ടറൽ കോളേജിന്റെ ഈ കൺസെപ്റ്റിനെ അവർ എതിർത്തിരുന്നു, ഈ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റിനെ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അത് ചൂസ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതാണ് താഴേക്ക് പറയുന്നത്. അതായത് the constitution makers choose the indirect election due to the following reasons. എന്തുകൊണ്ടാണ്? indirect election of the president is in harmony with the parliamentary system of government envisaged in the constitution. നമ്മളത് എന്താണ്, ഒരു പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആണ്, പ്രസിഡൻഷ്യൽ സിസ്റ്റം അല്ല. അപ്പോൾ പാർലമെന്ററി സിസ്റ്റത്തിന് ഒരു പ്രസിഡന്റിനെ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ മതി എന്നുള്ളൊരു ഒപ്പീനിയൻ ആണ് അവർക്ക് ഉണ്ടായിരുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സിന്. അണ്ടർ ദ സിസ്റ്റം അപ്പം എന്താണ്, പ്രസിഡന്റ് ഇസ് ഓൺലി എ നോമിനൽ എക്സിക്യൂട്ടീവ് ആണ്, നോട്ട് റിയൽ. ദ റിയൽ പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ. പ്രൈം മിനിസ്റ്ററിന്റെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനാണ് ആക്ച്വലി എന്തുള്ളത്, ഹെഡഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ആണ് എന്നുള്ളത്. ഒരു പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റിലെ റിയൽ പവേഴ്സ് ഉള്ളത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനാണ്, പ്രസിഡന്റിനല്ല. അതുകൊണ്ട് എന്ത് മതി, ഇൻഡയറക്റ്റ് ഇലക്ഷൻ മതി ഒരു പാർലമെന്ററി സിസ്റ്റത്തിലെ പ്രസിഡന്റിനെ ചൂസ് ചെയ്യാൻ എന്നുള്ളതാണ് അവരുടെ ഒപ്പീനിയൻ അന്ന് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇറ്റ് വുഡ് ഹാവ് ബീൻ അനോമലസ് ടു ഹാവ് ദ പ്രസിഡന്റ് ഇലക്റ്റഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ ആൻഡ് നോട്ട് ഗിവ് ഹിം എനി റിയൽ പവർ. അപ്പൊ എന്ന് വെച്ചാൽ പ്രസിഡന്റിന് ഡയറക്റ്റ് ഇലക്ഷൻ വെക്കുകയും വേണം, എന്നാൽ അതിൽ പ്രസിഡന്റിന് പ്രത്യേകിച്ച് ഒരു റിയൽ പവർ എന്ന് പറയുന്നത് പ്രസിഡന്റിന് ഇല്ല. ഹി ഈസ് ഓൺലി എ ഡി ജൂർ എക്സിക്യൂട്ടീവ് ആണ്. ഡി ഫാക്ടോ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ ദി പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പം പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ത് മതി, ഇൻഡയറക്റ്റ് ഇലക്ഷൻ മതി, സിൻസ് ഇറ്റ് ഇസ് എ പാർലമെന്ററി സിസ്റ്റം, സിൻസ് ഇറ്റ്സ് എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. അപ്പോൾ
Indirect election of the president would have been very costly. The direct election അപ്പോൾ ടൈം ആൻഡ് എനർജി കൺസ്യൂമിങ് ആയിരിക്കും. കോസ്റ്റ്, ടൈം, എനർജി ഇതൊക്കെ കൺസ്യൂമിങ് ആയിരിക്കും ഡ്യൂ ടു ദി വാസ്റ്റ് സൈസ് ഓഫ് ദി ഇലക്ടറേറ്റ്. ദിസ് ഈസ് അൺവാറണ്ടഡ് കീപ്പിംഗ് ഇൻ വ്യൂ ദാറ്റ് ഹീ ഈസ് ഓൺലി എ സിംബോളിക് ഹെഡ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു സിംബോളിക് ഹെഡാണ്. അപ്പോൾ ഇത് അങ്ങനെ ഒരു ഡയറക്റ്റ് ഇലക്ഷൻ വേണ്ട. ഇറ്റ്സ് ടൈം, എനർജി കൺസ്യൂമിങ്, കോസ്റ്റ് ഓൾസോ, economically also it will be very burden. അപ്പോൾ it will have very. So some members of the Constituent Assembly suggested that എന്താണ് പറഞ്ഞിട്ടുള്ളത്, the president should be elected by the members of the two houses of parliament alone. പിന്നെ വന്ന ഒപ്പീനിയൻ ആണ് പാർലമെന്റ് മാത്രം ചൂസ് ചെയ്താൽ മതി, അതായത് ലോക്സഭ ആൻഡ് രാജ്യസഭ മെമ്പേഴ്സ് മാത്രം ചൂസ് ചെയ്താൽ മതി എന്നുള്ളൊരു ഒപ്പീനിയൻ വന്നിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, പക്ഷേ മേക്കേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഡ് നോട്ട് പ്രിഫർ ദിസ് ആസ് ദി പാർലമെന്റ് which is dominated by one political party would have invariably chosen a candidate from that party and such a president could not represent the states of the Indian Union. അപ്പോൾ ഓൾറെഡി പാർലമെന്റ് തന്നെ ഒരു ഇലക്ടറൽ കോളേജ് അല്ലെങ്കിൽ പ്രസിഡന്റിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെമ്പേഴ്സിനെ, അല്ലെങ്കിൽ പാർലമെന്റ് ഡയറക്റ്റ് ആയിട്ട് അവർ പാർലമെന്റ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, അപ്പോൾ പാർലമെന്റ് ഇറ്റ്സെൽഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ പാർട്ടി ഡോമിനേറ്റഡ് സിസ്റ്റം ആണ്. അപ്പൊ അവര് തന്നെ വീണ്ടും പ്രസിഡന്റിനെ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വീണ്ടും അവരുടെ റെപ്രസെന്റേറ്റീവ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്ത്യൻ യൂണിയൻ ആസ് എ ഹോൾ എന്ന് പറയുന്നതിന് കുറച്ചും കൂടെ നമുക്ക് എന്ത് വേണം, ഇൻക്ലൂഷൻ കുറച്ചുകൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസന്റ് സിസ്റ്റം മേക്സ് എ പ്രസിഡന്റ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദി യൂണിയൻ ആൻഡ് ദ സ്റ്റേറ്റ്സ് ഈക്വലി. അപ്പോൾ യൂണിയന്റെ റെപ്രസെന്റേറ്റീവ് മാത്രം പോരാ, സ്റ്റേറ്റ്സിന്റെ റെപ്രസെന്റേറ്റീവിനെ കൂടെ വേണം എന്നുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് എന്തിൻ്റെയും കൂടെ എടുത്തിട്ടുള്ളത്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് സ്റ്റേറ്റ്സും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരിയും കൂടെ എടുത്തിട്ടുള്ളത്. അവരും കൂടെ ഇലക്ടറൽ കോളേജിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പം ഫർദർ ഇറ്റ് വാസ് പോയിന്റഡ് ഔട്ട് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദാറ്റ് ദി എക്സ്പ്രഷൻ, പിന്നെ പറഞ്ഞിട്ടുള്ളത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഈസ് എ മിസ്നോമർ. അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. കാരണം പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ടേക്സ് പ്ലേസ് വേർ 2 or more state seats are to be filled. In case of the president the vacancy is only one, so it could better be called a preferential. ഇത് ശരിക്കും നമ്മൾ പ്രിഫറൻസസ് ആണല്ലോ കൊടുക്കുന്നത്, 1 2 3 4 എന്ന് പറയുന്ന പ്രിഫറൻസ് ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രിഫറൻസിനനുസരിച്ചുള്ള പേര് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അല്ല, ആക്ച്വലി പ്രിഫറൻഷ്യൽ റെപ്രസെന്റേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് പേര് അങ്ങനെ തന്നെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ഓർ ആൾട്ടർനേറ്റീവ് വോട്ട് സിസ്റ്റം എന്ന് വിളിച്ചാൽ മതി എന്നുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. സിമിലർലി ദ എക്സ്പ്രഷൻ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്നാണ്. ഇവിടെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വരുന്നത് വോട്ട് ഷെയർ ആണ്, അത് ഇൻ പ്രൊപ്പോർഷൻ ടു ദ പോപ്പുലേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം ആണ്. അപ്പോൾ സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എപ്പോഴാണ് ഉണ്ടാവുക, ഒരു വോട്ടിന് ഒരു വാല്യൂ ആവുന്ന സമയത്താണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം. സിംഗിൾ ആണ് വോട്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇങ്ങനെ അവിടെ അല്ല, ഇവിടുത്തെ ഓരോ മെമ്പേഴ്സിനും ഓരോ വാല്യൂ ആണ്. അത് പിന്നെ എം എൽ എക്ക് ഓരോ എം എൽ എക്കും വ്യത്യാസമാണ്, ഓരോ എം പിസിന് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കും, പക്ഷെ എം എൽ എസിന് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്തല്ല ഒരു സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ള ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. സ്റ്റിൽ വി കോൾഡ് ഇറ്റ് ആസ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിൽ നിന്നും ബൈ മീൻസ് ഓഫ് എന്താണ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സിസ്റ്റം എന്നാണ് നമ്മൾ അതിനെ ഇപ്പോഴും വിളിക്കുന്നത്. ബിക്കോസ് എവറി വോട്ടർ ഹാസ് പ്ലൂറൽ വോട്ട്സ്. മനസ്സിലായല്ലോ. ഇനി ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ നമ്മൾ ഇലക്ഷനെ സംബന്ധിച്ചുള്ളത്, അതായത് ഇലക്ടറൽ കോളേജിനെയും സംബന്ധിച്ചുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറന്നുപോകാതിരിക്കുന്നത് ഇത് മാത്രമാണ്. അതായത് ഇലക്ടറൽ കോളേജ് എന്ന് വെച്ചാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട്, ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ലോകസഭ, രാജ്യസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ഓൾ സ്റ്റേറ്റ്സും ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ഇലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. അതിപ്പോൾ നമുക്ക് ജമ്മു കാശ്മീർ ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇനി
ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്? ക്വാളിഫിക്കേഷൻസ് ഫോർ ഇലക്ഷൻ ആസ് പ്രസിഡന്റ്. എ പേഴ്സൺ ടു ബി എലിജിബിൾ ഫോർ ഇലക്ഷൻ ആസ് പ്രസിഡന്റ് ഷുഡ് ഫുൾഫിൽ ദി ഫോളോയിങ് ക്വാളിഫിക്കേഷൻസ്. എന്തൊക്കെയാണ്? ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. സിറ്റിസൺ എന്നേ പറയുന്നുള്ളൂ, നാച്ചുറൽ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണ്ടീഷനും ഇവിടെ വെക്കുന്നില്ല. അപ്പോൾ ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. പിന്നെ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 ഇയേഴ്സ് ഓഫ് ഏജ്. 35 വയസ്സായ ഒരു ഇന്ത്യൻ സിറ്റിസൺ, അത്രയേ ഉള്ളൂ. ആൻഡ് ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ഫോർ ഇലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് ദി ലോകസഭ. ലോകസഭ ഇലക്ഷന് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരാളായിരിക്കണം. ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ഫോർ ഇലക്ഷൻ. അതേപോലെ ഹി ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റും ഹോൾഡ് ചെയ്യാൻ പാടില്ല. അതായത് അണ്ടർ ദ യൂണിയൻ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ലോക്കൽ അതോറിറ്റിയോ ഏതെങ്കിലും ഒരു പബ്ലിക് അതോറിറ്റി ഗവൺമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. അപ്പൊ അതിൽ സിറ്റിംഗ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റ്, സിറ്റിംഗ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ഓഫ് ദി യൂണിയൻ, ഗവർണർ ഓഫ് എനി സ്റ്റേറ്റ്, മിനിസ്റ്റർ ഓഫ് ദി യൂണിയൻ ഓർ എനി സ്റ്റേറ്റ് ഈസ് നോട്ട് ഡീംഡ് ടു ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. അപ്പൊ ഇവർക്കൊക്കെ ഹെൻസ് ക്വാളിഫൈഡ് ആസ് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്. നമ്മളിപ്പോൾ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ആരൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്തിട്ടും കൂടിയുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ പറയുന്ന പോലെ യൂണിയൻ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ ഇനി ഏതെങ്കിലും ലോക്കൽ, അതായത് ഏതെങ്കിലും ഒരു ഗവൺമെന്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റിയുടെ എന്താവില്ല ഓഫീസ് ഓഫ് പ്രോഫിറ്റിൽ കീഴിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതിന് ചില എക്സ്ക്ലൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിറ്റിംഗ് പ്രസിഡന്റ്, ഇപ്പോൾ ഉള്ള പ്രസിഡന്റിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ്? സിറ്റിംഗ് പ്രസിഡന്റ് ഉണ്ട്, അതേപോലെ വൈസ് പ്രസിഡന്റ് ഉണ്ട്, അത് യൂണിയന്റെ സിറ്റിംഗ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഓഫ് ദി യൂണിയൻ, ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ്, അതേപോലെ മിനിസ്റ്റേഴ്സ്. അപ്പൊ പ്രസിഡന്റ്, മിനിസ്റ്റേഴ്സ്, ഗവർണർ, വൈസ് പ്രസിഡന്റ്, ഇവർക്ക് ആർക്കും എന്തില്ല? ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ഇല്ല. അല്ലെങ്കിൽ ഇപ്പം ഈ ഓഫീസ് ഓഫ് അല്ലെങ്കിൽ ഈ മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം? പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി അപ്പൊ റീ ഇലക്ഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. പ്രസിഡന്റ്, ഇപ്പോൾ ഉള്ള പ്രസിഡന്റിനെ തന്നെ വീണ്ടും നമുക്ക് പ്രസിഡന്റ് ആക്കാം, അപ്പൊ അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. സോ ഫർദർ ഇപ്പോൾ നമ്മൾ അബ്ദുൽ കലാമിന്റെ കേസിലൊക്കെ നമുക്ക് അങ്ങനെ വീണ്ടും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു അന്നത്തെ ഒരു ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഫർദർ ദ നോമിനേഷൻ ഓഫ് എ കാൻഡിഡേറ്റ് ഫോർ ഇലക്ഷൻ ടു ദി ഓഫീസ് ഓഫ് പ്രസിഡന്റ് മസ്റ്റ് ബി സബ്സ്ക്രൈബ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് 50 മെമ്പേഴ്സ്. ഇനി നോമിനേഷൻ കൊടുക്കുന്നതിനെ പറ്റിയാണ്. അപ്പം അങ്ങനെ ആർക്കും അങ്ങനെ പ്രസിഡന്റ് ആവണം, അതായത് ഒരു സിറ്റിസൺ ആണ്, 35 വയസ്സുള്ള ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണ്, ഞാനൊരു പിന്നെ എന്താണ് ലോകസഭ മെമ്പർ ആവാൻ ഞാൻ ക്വാളിഫൈഡ് ആണ്, അതേപോലെ അതായത് എന്ന് വെച്ചാൽ എനിക്ക് വേറെ അങ്ങനത്തെ കേസസോ അങ്ങനത്തെ ഒന്നുമില്ല എന്നുള്ളതും, അതേപോലെ ഓഫീസ് ഓഫ് പ്രോഫിറ്റിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നും ആയിട്ടുള്ള ഏതൊരു മനുഷ്യനും ഏതൊരു സാധാരണക്കാരനും വോട്ട് ചെയ്യാൻ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിട്ട് വരാൻ പറ്റുമോ എന്നുള്ളതാണ്. പറ്റില്ല എന്നുള്ളതാണ്. കാരണം എന്താണ് നോക്കാം. കാരണം എന്ന് വെച്ചാൽ നോമിനേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് അറ്റ്ലീസ്റ്റ് 50 ഇലക്ടേഴ്സ് ആസ് പ്രപ്പോസേഴ്സും 50 ഇലക്ടേഴ്സ് ആസ് സെക്കൻഡേഴ്സും. അതായത് കാൻഡിഡേറ്റ് 50 ഇലക്ടേഴ്സ് പ്രപ്പോസേഴ്സ് ആയിട്ടും 50 ഇലക്ടേഴ്സ് സെക്കൻഡേഴ്സ് ആയിട്ടും വേണം. ഇവിടുത്തെ ഇലക്ടേഴ്സ് ആരൊക്കെയാണ്? നമ്മൾ പറഞ്ഞ ഇലക്ടറൽ കോളേജിലെ മെമ്പേഴ്സ് ആണ്. ആ ഇലക്ടറൽ കോളേജിലെ ഈ മെമ്പേഴ്സ്, അതായത് ലോകസഭയിലെയും രാജ്യസഭയിലെയും ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെയും ഇലക്റ്റഡ് മെമ്പേഴ്സ്, അവരെന്ത് ചെയ്യണം? അതിൽ 50 ആൾക്കാർ എന്ത് ചെയ്യണം? പ്രപ്പോസേഴ്സ് ആയിട്ടും 50 ആൾക്കാർ ഇലക്ടേഴ്സ് ആയിട്ടും സോറി വെരി 1 സെക്കൻഡ്, സോറി, ചെറിയ ഡിസ്ട്രാക്ഷൻ വന്നതാ. അപ്പം 50 ഇലക്ടേഴ്സ് പ്രപ്പോസേഴ്സും വേണം, 50 ഇലക്ടേഴ്സ് എന്ത് വേണം? സെക്കൻഡേഴ്സും വേണം. അങ്ങനെ ആർക്കെങ്കിലും ചെന്നിട്ട് പിന്നെ ഞാൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ മത്സരിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ നോമിനേറ്റ് ചെയ്യാൻ നോമിനേഷൻ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ എവ്രി കാൻഡിഡേറ്റ് ഹാസ് ടു മേക്ക് എ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഓഫ് ₹15,000. 15,000 റുപ്പീസ് എന്ത് വേണം? സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കൊടുക്കുകയും വേണം, അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുകയും വേണം. അപ്പം security deposit is liable to be fortified in case the candidate fails to secure 1/6 of the votes polled. അതായത് ഈ അത് അവിടെ പിടിച്ചു വെക്കും. ഇപ്പോൾ 1/6 ഓഫ് ദ വോട്ട്സ് പോൾഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ വോട്ടിന്റെ ടോട്ടൽ നമ്മൾ എടുക്കാന്ന് വെച്ചാൽ ഒന്ന് കോട്ട നോക്കുന്നതിൽ നമ്മൾ എടുക്കുമല്ലോ. അപ്പൊ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് വാലിഡ് വോട്ട്സിന്റെ 1/6 കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ 15,000 നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് 1/6 ടോട്ടൽ പോൾഡ് വോട്ട്സിനേക്കാൾ കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ
15,000 റീപേ ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ അതർവൈസ് ഇറ്റ് വോണ്ട് ബി റീപെയ്ഡ് എന്നുള്ളതാണ്. അപ്പോൾ before 1997, number of proposers and seconders was 10 each, and the amount of security deposit was just 2,500. In 97, they were increased to discourage the non-serious candidates. അതാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നോൺ സീരിയസ് കാൻഡിഡേറ്റ്സ് പോലും മുന്നോട്ട് വന്നിട്ട് ഒരുപാട് കാൻഡിഡേറ്റ്സ് വരും. അപ്പോൾ ഈ ഇത്തരം നോൺ സീരിയസ് കാൻഡിഡേറ്റ്സിനെ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വെക്കുന്നത്. ഒരു നോമിനേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സ് എന്തൊക്കെ ക്വാളിഫൈ ചെയ്യണം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇലക്ടറൽ കോളേജിൽ, അതായത് ഇലക്ടേഴ്സ് എന്ത് ചെയ്യണം, 50 നമ്പർ ഓഫ് ഇലക്ടേഴ്സ് എന്ത് ചെയ്യണം, പ്രപ്പോസേഴ്സും 50 സെക്കൻഡേഴ്സും ആയിട്ട് അവിടത്തിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ 15,000 ഡെപ്പോസിറ്റ് റിസർവ് ബാങ്കിൽ കൊടുക്കണം. അതിൽ 1/6 എന്തായിരിക്കും, 1/6 ഓഫ് ദ ടോട്ടൽ വോട്ട്സ് പോൾഡിന്റെ, അതായത് 1/6 കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ എമൗണ്ട് റീപേ ചെയ്യുന്നതായിരിക്കും. അതർവൈസ് ഇറ്റ് വിൽ ഗെറ്റ് ക്യാൻസൽഡ്, ഇറ്റ് വോണ്ട് ബി റീപെയ്ഡ്. ഇനി ഓത്ത് എന്തൊക്കെയാണ് നമുക്കറിയാം. ഓത്ത് ഓഫ് അഫർമേഷൻ ബൈ ദ പ്രസിഡന്റ്. ഓത്ത് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഓഫ് ഓത്ത് ഉണ്ട്. ഓത്ത് ഓഫ് ഓഫീസ് ആൻഡ് ഓത്ത് ഓഫ് സീക്രസി ഉണ്ട്. അപ്പം ബിഫോർ എൻറ്ററിങ് അപ്പോൺ ഹിസ് ഓഫീസ്, പ്രസിഡന്റ് ഹാസ് ടു മേക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു എൻ ഓത്ത് ഓർ അഫർമേഷൻ. ഇൻ ഹിസ് ഓത്ത് പ്രസിഡന്റ്സ് വേസ് എന്തൊക്കെയാണ്, ഫെയ്ത്ത്ഫുള്ളി എക്സിക്യൂട്ട് the office, preserve, protect and defend the constitution and the law, to devote himself and to the service and well-being of the people of India. അപ്പോൾ അത് ജസ്റ്റ് എന്താണ് പോയിന്റ് എന്നുള്ളത് നോക്കിയാൽ മതി. അതായത് ഓഫീസിനെ സംബന്ധിച്ചിട്ടുണ്ട്, അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിട്ടുണ്ട്, ലോനെ സംബന്ധിച്ചിട്ടുണ്ട്, സർവീസ് ആൻഡ് വെൽബീങ് ഓഫ് ദ പീപ്പിൾ അതിന് ഓഫ് ഇന്ത്യ. അത് എത്രയാണ് അവർ ഓത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അതിലേക്ക് ഞാൻ തിരിച്ചു വരാം, ചാർട്ടിലേക്ക് നമുക്ക് വരാം. So any other person acting as president or discharging the functions of the president also undertakes a similar oath or affirmation. Okay, acting as president or discharging the functions of the president, അതായത് പ്രസിഡൻഷ്യൽ ഇലക്റ്റഡ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പോലും ഇനി ഒരു ടെമ്പററി പീരീഡിലേക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ പോലും ഈ ഒരു ഓത്ത് ഓഫ് അഫർമേഷൻ എന്ന് പറയുന്നത് എന്താണെങ്കിലും എടുത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി കണ്ടീഷൻസ് എന്തൊക്കെയാണ് പ്രസിഡന്റ് ഓഫീസിന്റെ. 1 സെക്കൻഡ്, നമുക്ക് കണ്ടീഷൻസ് ഓഫ് പ്രസിഡന്റ് ഓഫീസ് ആണ് നെക്സ്റ്റ്. ഓക്കെ, നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് ഡൗൺ ദ ഫോളോയിങ് കണ്ടീഷൻസ് ഓഫ് ദി പ്രസിഡന്റ് ഓഫീസ്. എന്തൊക്കെയാണോ നോക്കൂ. He should not be a member of either House of Parliament or a House of the State Legislature. If any such person is elected as a president, he is deemed to have vacated his seat in that house on the date on which he enters upon his office as president. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓഫീസ് ഓഫ് പ്രോഫിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ചില ഭാഗങ്ങളുണ്ടല്ലോ. അതായത് പ്രസിഡന്റ് ആയിട്ടോ വൈസ് പ്രസിഡന്റ് ആയിട്ടോ പ്രൈം മിനിസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ അതർ മിനിസ്റ്റേഴ്സ് ആയിട്ടോ ഗവർണർ ആയിട്ടോ ഒന്നും ഉള്ളവരെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല. ബട്ട് ഇഫ് ഹി ഈസ് ഇലക്റ്റഡ് ആസ് എ പ്രസിഡന്റ് ഹി ഷുഡ് വെക്കേറ്റ് ദീസ് ഓഫീസസ്. അപ്പം ഹി ഷുഡ് നോട്ട് ബി എ മെമ്പർ ഓഫ് എയ്തർ ഹൗസ് ഓഫ് പാർലമെന്റ്. അപ്പൊ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പ്രസിഡന്റ് ഈസ് എ പാർട്ട് ഓഫ് പാർലമെന്റ് ബട്ട് ഹി ഈസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെന്റ്. ബാക്കിയുള്ള എല്ലാവരും പാർലമെന്റിലെ മെമ്പേഴ്സ് ആണ്, ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണ്. പ്രസിഡന്റ് മാത്രം എന്ത് ചെയ്തിട്ടില്ല, പീപ്പിൾ ഇലക്ട് ചെയ്തിട്ടുള്ള ആളല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മെമ്പർ അല്ല. ബട്ട് ഹീസ് എ പാർട്ട് ഓഫ് പാർലമെന്റ്. വിതൗട്ട് ഹിം ദി പാർലമെന്റ് വിൽ ബി കംപ്ലീറ്റ്. അപ്പം പാർലമെന്റിലെ മെമ്പർ അല്ല ബട്ട് ഇന്റഗ്രൽ പാർട്ടാണ് എന്നുള്ളതാണ് പ്രസിഡന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്നുള്ളത്. If any such person is elected as president, he is deemed to have vacated his seat in that house on the date on which he enters upon his office. അപ്പൊ ഏത് ഡേറ്റിലാണോ ആ പ്രസിഡന്റ് ആയിട്ട് ഓഫീസിലേക്ക് എൻ്റർ ചെയ്യുന്നത് ആ ദിവസം തന്നെ മറ്റേ അപ്പോൾ വെക്കേറ്റ് ചെയ്താൽ മതി. ഈ ഇലക്ഷന്റെ ടൈമിലൊക്കെ ഹി ക്യാൻ ബി എ സിറ്റിംഗ്, അല്ലെങ്കിൽ ഓഫീസ് ഏതാണോ അത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഗവർണർ, ഇപ്പോൾ സിറ്റിംഗ് ഗവർണർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷന് വേണ്ടിയിട്ട് മത്സരിക്കാവുന്നതാണ്. ആ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആയിട്ട് ചാർജ് എടുക്കുന്ന അന്ന് റിസൈൻ ചെയ്താൽ മതി ഇപ്പോഴത്തെ സീറ്റ്. മനസ്സിലായോ?
അപ്പോൾ ഹീ ഷുഡ് നോട്ട് ഹോൾഡ് എനി ഓഫീസ് അതർ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു അത്. അതേപോലെ ഹീസ് എൻറ്റൈറ്റിൽഡ് വിതൗട്ട് പേയ്മെന്റ് ഓഫ് റെന്റ് ടു ദ ഹൗസ് ഓഫ് ഹിസ് ഒഫീഷ്യൽ റെസിഡൻസ്, ദാറ്റ് ഇസ് രാഷ്ട്രപതി ഭവൻ, പേയ്മെന്റ് വേണ്ട. He is entitled to such emoluments, allowances and privileges as may be determined by the parliament. ഇതൊക്കെ എമോല്യൂമെന്റ്സും അലോവൻസസും പ്രിവിലേജസും ഒക്കെ ഉണ്ടാവും. അതേപോലെ എമോല്യൂമെന്റ്സ് ആൻഡ് അലോവൻസസ് cannot be diminished during his term of office. അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അത് അവരുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. അതായത് ഇവര് പിന്നെ ഒരു പ്രസിഡന്റ് ഡ്യൂട്ടിയിൽ കയറിയതിന് ശേഷം, അത് എന്നാണോ ഓഫീസിൽ കയറുന്നത്, ഡ്യൂട്ടി അല്ല ഓഫീസിൽ കയറിയതിന് ശേഷം അവരുടെ അലോവൻസസോ അല്ലെങ്കിൽ എമോല്യൂമെന്റ്സോ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതായത് ഇൻക്രീസ് ചെയ്യാനും പാടില്ല, ഡിക്രീസ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ്. ഒരു മാറ്റവും വരുത്താൻ പാടില്ല. cannot be changed എന്നാണ്. cannot be നോക്കട്ടെ, ജസ്റ്റ് 1 second. his emolument cannot be diminished ആണ്. diminished ആണ്. അപ്പോൾ ഇൻക്രീസ് ചെയ്യാം, പക്ഷെ ഡിക്രീസ് ചെയ്യാൻ പാടില്ല, ഡിമിനിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ഇത് പ്രകാരം അങ്ങനെയാണ്. അത് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ചേഞ്ച് ചെയ്യും, രണ്ടിനും ഒരേ മീനിങ് ആണ് വരുന്നത്. ആക്ച്വലി നമ്മൾ ഇൻക്രീസ് ചെയ്താലും ഫേവർ ചെയ്യുന്ന എന്തെങ്കിലും ആക്ഷൻ എടുത്താൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതൊരു ഒരു എന്താണ് ഗിഫ്റ്റ് പോലെയുള്ളതാവുമല്ലോ. അപ്പൊ അങ്ങനെയും പാടില്ലല്ലോ. അപ്പൊ ആക്ച്വലി വരേണ്ടത് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ പാടില്ല എന്നാണ് വരേണ്ടത്. എന്താണെങ്കിലും ഡിക്രീസ് ചെയ്യാൻ പാടില്ല, കനോട്ട് ബി ഡിമിനിഷ്ഡ് എന്നാണ് ലക്ഷ്മികാന്ത് പറയുന്നത്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി in 2018 the parliament increased the salary of the president from 1.5 lakh to 5 lakh per month. അപ്പോൾ ഇപ്പൊ എത്രയാണുള്ളത്? earlier 2008 പെൻഷൻ റിട്ടയർഡ് വാസ് ഇൻക്രീസ് ഫ്രം 3 lakh. അപ്പോൾ in addition the former presidents are entitled to furnished residence. ഫോർമർ പ്രസിഡൻസിന് എന്ത് ചെയ്യും? furnished residence, phone facility, car, medical treatment, travel facility, secretarial staff and other and office expenses up to 1 lakh per annum. അതായത് ഒരിക്കൽ പ്രസിഡന്റ് ആയാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടുന്ന അലോവൻസസ് എന്ന് പറയുന്നത് റെസിഡൻസ്, ഫോൺ, കാർ, മെഡിക്കൽ ട്രീറ്റ്മെന്റ്, ട്രാവൽ ഫെസിലിറ്റി, ഇതെല്ലാം അലൗഡ് ആയിരിക്കും. അങ്ങനത്തെ പിന്നെ അലോവൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു എക്സ് പ്രസിഡന്റിന് പോലും. ഓക്കെ, ഫോർമർ പ്രസിഡന്റിന് പോലും. ഓക്കെ, ദ സ്പൗസ് ഓഫ് എ ഡിസീസ്ഡ് പ്രസിഡന്റ് ഈസ് ഓൾസോ എൻറ്റൈറ്റിൽഡ് ഫാമിലി പെൻഷൻ. അതേപോലെ സെക്രട്ടറി സ്റ്റാഫ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസ് അതുണ്ട്. ഇനി പ്രസിഡന്റ് ഇസ് എൻറ്റൈറ്റിൽഡ് ടു എ നമ്പർ ഓഫ് പ്രിവിലേജസ് ആൻഡ് ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? എൻജോയ്സ് പേഴ്സണൽ ഇമ്മ്യൂണിറ്റി ഫ്രം ലീഗൽ ലയബിലിറ്റി. നോക്കാം. ഇനി എന്ത് പ്രിവിലേജസും എന്ത് ഇമ്മ്യൂണിറ്റീസും ആണ് പ്രസിഡന്റിനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് പേഴ്സണൽ ഇമ്മ്യൂണിറ്റി ആണ്. ഫ്രം ലീഗൽ ലയബിലിറ്റി ഫോർ ഹിസ് ഒഫീഷ്യൽ ആക്ട്സ്. എന്തെങ്കിലും ഒഫീഷ്യൽ ആക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ക്വസ്റ്റ്യൻഡ്. അതാണ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ലീഗൽ ലയബിലിറ്റി ഫോർ ഹിസ് ഒഫീഷ്യൽ ആക്ട്. എന്തെങ്കിലും ഒഫീഷ്യൽ ആക്ട്, ഇപ്പോൾ പ്രസിഡന്റ് എന്തെങ്കിലും ബില്ലിൽ ഒപ്പിട്ടോ സൈൻ ചെയ്തു അല്ലെങ്കിൽ റിജക്ട് ചെയ്തു, ഇങ്ങനത്തെ ഒരു ആക്ഷനും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ഇമ്മ്യൂണിറ്റി. ഡ്യൂറിങ് ഹിസ് ടേം ഓഫ് ഓഫീസ് ഹി ഈസ് ഇമ്മ്യൂൺ ഫ്രം എനി ക്രിമിനൽ പ്രൊസീഡിങ്സ് ആണ്, ഈവൻ ഇൻ റെസ്പെക്ട് ഓഫ് ഹിസ് പേഴ്സണൽ ആക്ട്സ്. അതായത് ടേം ഓഫ് ഓഫീസ്, അതായത് ഓഫീസിൽ ഉള്ള ടൈം, അതായത് അദ്ദേഹത്തിന്റെ 5 year ടേം ആണെങ്കിൽ ആ കാലഘട്ടത്തിൽ he will be immune from any criminal proceedings. സിവിൽ പ്രൊസീഡിങ്സ് അല്ല, പേഴ്സണൽ ആക്ട്സ് ആണ്. അപ്പൊ എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും ക്രിമിനൽ ആക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും he will be immune from that for 5 years during his term of office. അപ്പോൾ സിവിൽ ആയിട്ടുള്ള കേസസിൽ എന്താണെങ്കിലും പിന്നെ ഇമ്മ്യൂണിറ്റി ഇല്ല. അതിൽ എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള ആക്ഷൻസ് പോകാവുന്നതാണ് ആർക്കാണോ ഈ വിഷയം കേസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് സിവിൽ ആയിട്ടുള്ള കേസസ് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ക്രിമിനൽ കേസസിൽ എന്താണ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമായിരിക്കും. ആർക്കും അതിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല, അതിൽ ഇമ്മ്യൂൺ ആണ്. അതേപോലെ ഇത് ഒഫീഷ്യൽ ആക്റ്റും പേഴ്സണൽ ക്രിമിനൽ ആക്ട്സും ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ ക്രിമിനൽ ആക്ട്സ്. ഹി കനോട്ട് ബി അറസ്റ്റഡ് ഓർ ഇംപ്രിസൺഡ്. അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇംപ്രിസൺ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതാണ് ഈ അറസ്റ്റ് ചെയ്യുന്നത് എന്താണ്? അപ്പൊ അതായത് ക്രിമിനൽ കേസസിലാണ് അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രിസൺ ചെയ്യാന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. However, after giving 2 months notice
Civil proceedings can be instituted against him during his term of office in respect of his personal acts. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു ഒഫീഷ്യൽ ആക്ട്സിൽ ഒരു ക്വസ്റ്റ്യനിങ്ങും പാടില്ല, എന്നാൽ പേഴ്സണൽ ആക്ട്സിൽ ക്രിമിനൽ പ്രൊസീഡിങ്സ് പാടില്ല. എന്നാൽ സിവിൽ പ്രൊസീഡിങ്സ് പറ്റും. എപ്പോൾ? 2 months പ്രയർ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷം 2 മാസം നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രം ആവശ്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ സിവിൽ പ്രൊസീജിയേഴ്സ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് ഡിസ്പ്യൂട്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കൊടുക്കുകയാണ്. കാരണം ഹീസ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. അതൊരു നാഷന് നാണക്കേട് എന്നുള്ള രീതിയിൽ ആവരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ ഇത്രയും ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ.